ഹലോ ഡെബു ഡെബു നോക്കിക്കേ ഡെബു ഡെബു ഒരുത്തൻ കിടന്നുറങ്ങുന്നു. വണ്ടിയൊക്കെ കയറിയ പറ്റും ഉറക്കമല്ലാണ്ട് അവന് വേറെ പണിയൊന്നുമില്ല. മിക്കു അടുത്ത അക്കലോട്ട് ഒരു കൊച്ചി അടുത്ത അക്കലോട്ട് ഇന്നൊക്കെ എവിടെ പോ ഭാവി എവിടെ പോവാ ചക്കട ഭാവി എവിടെ പോവാ. ഞങ്ങള് ഇന്ന് എവിടെ ചോദിച്ചു പോന്നെ? വെസ്റ്റ് സസെക്സ്. ജോസി ജോസിക്ക് നോക്കി തല കറക്കുന്നത്. ലിൻസി ലിൻസി കേട്ടോ അതുമല്ല പൊത്തനെ ജോസു കുട്ടി കുട്ടി ബേക്കിലൂല്ലേ ഈ ബേക്കിലൂലോ ഫോളോ ചെയ്ത് പോകണ്ടേ? അതല്ല പ്ലാറ്റ്ഫോം 2 പ്ലാറ്റ്ഫോം 2 ഇവിടെ സ്പോർട്സ് സർക്കിൾ വിക്ടോറിയ. വേമ്പോ കേറി അവിടെ കേറി. ഇതാണോ ജോസു ഇഷ്ടമായോ? കേറ് ജോസു അളിയന്റെ പാൻറ് കൂടി ഇപ്പൊ താഴെ വരുമല്ലോ. വഴി തെറ്റിയോ പുഴ തെറ്റിയോ എന്നൊന്നും അറിയത്തില്ല. എങ്ങോട്ടൊക്കെയോ കറങ്ങി നടക്കുന്നു. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. എന്താ പൊന്നെ ഒരു കടലാണ് പുല്ല്. ഇങ്ങോട്ടൊക്കെ വന്ന് ആദ്യമായിട്ട് വരുന്നവർ പെട്ടുപോകും. ഫൈനലി ഏതാണ്ടൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. പ്ലാറ്റ്ഫോം നമ്പർ 15 പോകേണ്ടത്. പ്ലാറ്റ്ഫോം 9 to 19 കണ്ടു. ലിറ്റിൽ ഹാംപ്ടണിലോട്ടുള്ള ട്രെയിൻ കയറണം. മിക്കുട്ടി ഇറങ്ങിപ്പോയി. അളിയും തപ്പുന്നു. കുട്ടി ഇറങ്ങിപ്പോയോ? ഇല്ല വേണ്ടേ വാ. ഫൈനലി ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. താഴെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടോ. 20-25 മിനിറ്റ്സ് വെയിറ്റിംഗ് ഇവിടെ ഉണ്ട്. കണ്ടേ എല്ലാവരും പോസ്റ്റായി. ജോസു മടുത്തോ? ജോസു അപ്പോൾ ഉറങ്ങി. റെബേക്ക ഉറങ്ങിപ്പോയി. മിക്കു അതിലും വലിയ ഉറക്കമാണ്. ഇവിടെ നമ്മുടെ മിക്കുട്ടി അയ്യോ ഉറങ്ങിയില്ലായിരുന്നോ? ഇവിടെ ചാടി എണ്ണിട്ടുണ്ടല്ലോ മിക്കുട്ടി. ഇവിടെ മിക്കുട്ടി ഉറങ്ങിയില്ലായിരുന്നോ? ഡോറിംഗ്ടൺ ഓൺ സീയിലോട്ട് പോകാനുള്ള ട്രെയിനെ കിട്ടി. ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചു. എന്താ ദിവസം അവിടെയായി. അളിയനും കൊച്ചി മിക്കുട്ടി അടുത്തിട്ട് അപ്പുറത്തെ ട്രാക്കിൽ പോകുന്ന ട്രെയിനെ കണ്ടുകൊണ്ടിരിക്കുക. നന്നായി നമ്മളൊന്നും ചോദിക്കാൻ പോയതല്ലേ. ഇല്ല, നമ്മൾ വേറെ വഴിക്ക് പോയത്.
ഉണ്ണിമോളെ എന്നെ ആ എന്നാ അപ്പൻ്റെ ഫോണിൽ നോക്കണോ എന്തത് ഓസോ നിന്റെ അമ്മ ലണ്ടനിലെ ഏതോ ഒരു പാലം അറിയില്ല. ഫൈനലി ഞങ്ങൾ ഡാറിങ്ടൺ ഓൺ സീ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തി. ഞങ്ങളെ വരാനായിട്ട് ഒരാൾ എവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ ഡാറിങ്ടൺ ഓൺ സീ. ഇത് ലിറ്റിൽ ഹാംപ്ടൺ ബീച്ചാണ്. അതെല്ലാം കൂടെ അവസാനം ഞങ്ങളുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ദിവസത്തിനകത്തൊരു പേരായിരുന്നു അതിനുവേണ്ടി ഞങ്ങളോട് വന്നത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ബീച്ചിൽ മിക്കുപ്പൻ ഉറങ്ങി. ജോസും അവിടെ ഉണ്ട്. ജോസിന് ജാക്കറ്റ് റബേക്ക ഉറക്കത്തില്ല. കാറ്റായതുകൊണ്ട് എല്ലാവരും കവർ ചെയ്ത് പിടിച്ചേക്കോ കേട്ടോ. ജോസുവിനെ കൊത്താനായിട്ടാണ് ആക്കളി പറന്ന് ആന്നാണ് ജോസുവിനെ കൊത്തിക്കൊണ്ട് പോയാലും. ആണോ ഞങ്ങളുടെ മേബിൾ തോപ്പ് ബീച്ചിലെ പോലെ തന്നെ ഇവിടെയും ഇങ്ങനെ കോട്ടേജസ് ഉണ്ട്. ഈ കോട്ടേജ് നമുക്ക് 1 ഡേക്കൊക്കെ റെൻ്റ് ചെയ്യാം. നമ്മളിവിടെ ബീച്ച് സമ്മറിലൊക്കെ വന്ന ബീച്ചിൽ എൻജോയ് ചെയ്യാൻ നേരത്തെ ഒരു 1 ഡേ ഒക്കെ റെൻ്റ് ചെയ്ത് നമുക്ക് സാധനങ്ങളൊക്കെ അകത്ത് വെക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു കോട്ടേജ്, കുഞ്ഞൊരു കിടക്കാനുള്ള സൗകര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇരിക്കാനും വർത്തമാനം പറയാനൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് ലോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ചെറിയ ലോക്കർ റൂം പോലെ ഒരു സംഭവം. നല്ല രസമല്ലേ? അടുപ്പിച്ച് കുറേ എണ്ണം പല കളറിലായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേരെ അപ്പുറയും കുറച്ച് പേരെ ഇപ്പുറയും വണ്ടിയെ ഡ്രോപ്പ് ചെയ്തിരുന്നു. അത് ഞങ്ങളെല്ലാം കൂടെ വഴി നടുക്കൻ മീറ്റ് ചെയ്തു. അവസാനം തണുപ്പാണ്, ഭയങ്കര കാറ്റായതുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകണമെന്നിട്ട് പ്ലാൻ ഇടുക. അതാണ് ഇവിടെ ചേച്ചിമാർ. ഈ ചേച്ചിയും ഇവിടെ ഉള്ളതാണ്. പിള്ളേരാണ് ഇതെല്ലാം. ബീച്ചിലേക്ക് ഇങ്ങനെ പെബിൾസ് കല്ല് അങ്ങനത്തെ കല്ലുള്ള ബീച്ചാണ്. രസമുണ്ട്. നമ്മുടെ മേബിൾ തോപ്പില് ഭയങ്കര മണ്ണാണ്. ഇവിടെ കല്ല് ബീച്ച് ഫുള്ള് കല്ലുകൾ. ഇമാതിരി ചേഞ്ചാണെന്ന് വിചാരിച്ചു. ജോസ് ഓടിപ്പോയിട്ട് സോമൻ ജോസിനെ പിടിക്കാൻ പുറകെ ജോസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്ന വഴിയാണ്. ജോസ് ചെറുതായിട്ട് കരയുന്നൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ പിള്ളേരാണ്. ഇത് കുഞ്ഞിക്കിളി, ഞങ്ങളുടെ കുഞ്ഞിക്കിളിയുടെ എക്സാക്ട് പേരാണ് ക്രിസ്വീന അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഇവിടെ ഒരു ഇതിനു വേണ്ടിയാണ് വന്നത്. ആദ്യമാനൊക്കെയാണ് വന്നത് ഇവിടെ ലിറ്റിൽ ഹാംപ്ടൺ.
ഇന്ന് ഞങ്ങൾ ഒരു ഫാമിൽ സ്ട്രോബെറി പിക്കിംഗ് ഫാമിന് വന്നേക്കുക. പക്ഷെ ഞങ്ങൾ UK വന്നിട്ട് ആദ്യത്തെ ഫാം പിക്കിങ്ങിന് വന്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾ മിക്കുവിന് ചുമ്മാ സ്ട്രോബെറി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് ജസ്റ്റ് ഒന്ന് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അവന് ഇഷ്ടപ്പെട്ടു. നോ ഇതൊക്കെ തിന്നുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ജ്യൂസ് മാത്രം കേട്ടോ. ആദ്യമായിട്ടാണ് ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കുന്നത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 6 months ആവാൻ പോവല്ലേ. അപ്പോൾ ഇച്ചിരി ജ്യൂസൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ജ്യൂസൊക്കെ കൊടുക്കുക. കേട്ടോ ഇഷ്ടപ്പെട്ടു. നക്കി തിരികെ കേട്ടോ. മിസ്റ്റർ ജോബിൻ, താങ്കൾ ഇവിടെ എന്തൊക്കെയാണ്? താങ്കൾ പറയും, താങ്കൾ നട്ട സാധനം പറിച്ച പോലെയാണല്ലോ ഇത് കണ്ടില്ലേ? നോക്കി എത്ര മനോഹരമായി. ഇത് എങ്ങനെ തിന്നേണ്ടതും കൂടെ ഞാൻ കാണിച്ചു തന്നേക്കാം. ആദ്യമായിട്ട് സ്ട്രോബെറി തിന്നുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നായിരിക്കുമല്ലോ. അത് കൊള്ളാട്ടോ, അത് വലുതാട്ടോ. ഓ അത് അടിപൊളി. ആരാ പറിച്ചെടുത്തോ ചോദിച്ചേച്ചി. ചോദിച്ചു കിട്ടിയോ ചേച്ചി? കേട്ടോ എല്ലാവരും നല്ല ഉഷാറെടുത്ത് പറിച്ചോണ്ടിരിക്കുക. മക്കളെ ഈ പറിക്കുന്നതിനൊക്കെ പൗണ്ട് 5 പൗണ്ട് വെച്ച് കിലോയ്ക്ക് കൊടുക്കും. അതുകൊണ്ട് അളിയും പേ ചെയ്തോളൂ എന്നുള്ള ഒറ്റ അടിപൊളി കേട്ടോ. അത് വലുതാ. അതാ ശരിക്കും പഴുത്ത സാധനം. ജോഷു, ഓ ജോഷുവിന് ഇഷ്ടമായോ? നല്ലയാണോ? അടിപൊളിയാണോ? ഓ നിക്കോ, do you like it? Yeah, is this a good strawberry? That's a good one. Yeah, that's small but it's ripe. ഓരോ ഉണ്ടായി കിടക്കുന്നുണ്ടോ ഒരു ചെടിയെ തന്നെ എത്രണ്ണോന്നറിയോ? പഴുത്തോ പഴുക്കാത്തോ ഒക്കെ ആയിട്ട് അന്യായം. ഇതുണ്ടോ ഈ ഫാമിലൂടെ ഓടുന്ന ട്രാക്ടറാണ്. അതേൽ കയറിയാൽ നമുക്ക് തിരിച്ച് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന അവിടെ കൊണ്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യാം. ഫ്രീ ആട്ടോ. പാർക്കിലോട്ട് എൻട്രിയും ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മളിവിടുന്ന് പിക്ക് ചെയ്യുന്ന സ്ട്രോബെറിക്ക് അവിടെ കൊണ്ട് പേ ചെയ്യാം. പേ ചെയ്ത് നമുക്കത് വീട്ടിൽ കൊണ്ടുപോകാം. പക്ഷെ അടിപൊളി കേട്ടോ. അതുണ്ടോ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ട്രോബെറി മാത്രമല്ല, ഇവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്, ഒത്തിരി സാധനങ്ങളുണ്ട്. സ്ട്രോബെറി മാത്രമല്ല, റസ്ബെറി, അങ്ങനെ കുറേ ബെറീസ് ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ സബോളയില്ലേ, നമ്മുടെ സബോള കൃഷിയൊക്കെ ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പലതായിട്ട് ഉണ്ടോ. ഇനി നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഇവിടെ ട്രാക്ടറിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പോകും കേട്ടോ. ഈ ഷെഡിൽ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ട്രാക്ടറിൽ നമ്മളെ ഒന്ന് കൊണ്ടുപോകും. നമുക്കിവിടെ കുറച്ച് നേരം അവിടെ ഇരിക്കാം. വാ, ഇതുണ്ടോ നമുക്ക് കയറിപ്പോകാനുള്ള ട്രാക്ടർ വന്നു. ഇതേൽ നമുക്ക് കയറിയിരിക്കാം. ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കയറി ഇത് ഫ്രീ ആണ്. നമ്മുടെ ആദ്യത്തെ ആ എക്സിറ്റ് സ്പോട്ടിൻ്റെ അവിടെ കൊണ്ടുപോയി നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഓക്കെ എന്നാ ഞങ്ങൾ തിരിച്ചു പോകാറായി. അങ്ങനെ തിരിച്ചു പോവാം. 2-3 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞു പോയതൊന്നും അറിഞ്ഞു പോലുമില്ല. പിള്ളേരൊക്കെ യാത്ര അയക്കാൻ എല്ലാവരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പിള്ളേരൊക്കെ എഴുന്നേറ്റിരിക്കുകയാണ്, കാര്യമായിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. വിശക്കുന്നുണ്ടല്ലോ, ഫുഡ് കിട്ടാറില്ലല്ലോ. താക്കട് വിറ്റ് എവിടെ പോ നീ? ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ഡെറിങ്ടൺ ഓൺ സീ വന്ന യാത്ര തീർന്നു. ഞങ്ങളുടെ ട്രെയിൻ വരുന്നുണ്ട്. അതെ, അവിടെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇത് ഞങ്ങൾ തിരിച്ച് ബെർമിംഗ്ഹാം മൂർ സ്ട്രീറ്റിലായിരുന്നു വരണ്ടേ. പക്ഷേ അവിടെ നിന്ന് ഇടയ്ക്ക് വെച്ച് ട്രെയിൻ സ്റ്റോപ്പായിപ്പോയി. ഞങ്ങൾ ബെർമിംഗ്ഹാം ന്യൂ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തായെത്തി. അപ്പോൾ അവിടെ വന്നപ്പം അവിടെ പുതുതായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നൊരു സാധനം കേട്ടോ. എൻ്റെ അമ്മേ, ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. ഒരു ഒന്നൊന്നര സാധനം.
ആ ഇതൊരു വലിയ സ്റ്റേഷനാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കട്ടെല്ലാം കെട്ടി നമ്മുടെ ജേർണി ഏകദേശം തീരാറായി. അങ്ങനെ നമ്മളിതും കണ്ട് എല്ലാവരും മടുത്തു കേട്ടോ. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ട്രെയിൻ യാത്ര ഒരു 30 മിനിറ്റ്സിൻ്റെ യാത്ര ഞങ്ങൾ നിന്നാ വന്നേ. ശരി അലമ്പായിരുന്നു, പിള്ളേരെല്ലാം പൂക്കുറ്റി കരച്ചിൽ. ഇപ്പോഴാണ് അവരെല്ലാം ഒന്ന് സെറ്റായത്.